ഗായ്സ്, അപ്പോൾ നമുക്കിന്നൊരു പ്രോൺസ് റോസ്റ്റ് ഉണ്ടാക്കിയാലോ. അധികമൊന്നുമില്ല, ഒരു 200 ഗ്രാംസേ ഉള്ളൂ. അപ്പോൾ നമുക്ക് അതിന് വേണ്ടിയിട്ട് മസാല റെഡിയാക്കാം. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് 1/4 ടീസ്പൂൺ ഇടുന്നു. 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി, 1/4 ടീസ്പൂൺ കുരുമുളക്, 1/4 ടീസ്പൂൺ ഗരം മസാല. ഇനി എന്ത് ചെയ്താലും ഗരം മസാല ഇടും. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് നമുക്കിത് മാരിനേറ്റ് ചെയ്ത് വെക്കാം. ഒരു 10-15 മിനിറ്റ് അങ്ങനെ വെക്കാം. നമുക്ക് സോറി ഗൈസ്, ഞാൻ ഒരു സാധനം മറന്നു. കുറച്ച് ലെമൺ ജ്യൂസും കൂടി ഒഴിക്കുന്നുണ്ട്. മിക്സ് ചെയ്ത് ഒരു 15 മിനിറ്റ് വെക്കാം. ഗൈസ്, നമ്മുടെ മസാലയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ 2 ഒണിയൻസ് ഒക്കെ ഇങ്ങനെ കട്ട് ചെയ്തിട്ടുണ്ട്, ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഒരു കഷ്ണം എന്താണ് ജിഞ്ചർ എടുത്തിട്ടുണ്ട്, 2 ഗാർലിക് എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു 10 ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. അങ്ങനെ ചെറുതായിട്ട് സ്ലൈസ് ചെയ്യുന്ന വേണ്ട, ഇങ്ങനെ 2ആയിട്ട് ജസ്റ്റ് കയറിയിട്ടാൽ മതി. ഇത് ഇഞ്ചി നമ്മൾ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞാണ് അരിയേണ്ടി വരും. അപ്പോൾ ഗൈസ്, നമുക്കത് അരിഞ്ഞെടുത്തിട്ട് വരാം. ഗൈസ്, അപ്പോൾ ഞാനിവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട്. പാനിനകത്ത് ഒരു 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ വെച്ചിട്ടുണ്ട്. അതായത് നമുക്ക് ഇഷ്ടം നമുക്ക് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ പ്രോൺസ് ഒരു ഷാലോ ഫ്രൈ ആയിരുന്നു. ഞാനിത് ഒരു വേറെ പാത്രത്തിലേക്ക് ആക്കിയിട്ട് ഗൈസ്, ഇനി ഞാൻ ആ ഒരു പാനിലേക്ക് തന്നെ മസാല ചെയ്യാൻ പോകുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 1/2 ടീസ്പൂൺ ബട്ടർ കൂടി ഞാൻ ചേർക്കുന്നുണ്ട്. ഗൈസ്, ഞാൻ ഇനി ഉണ്ടാക്കിയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ട് ജിഞ്ചർ ഗാർലിക്കും ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ മസാലയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ആകുമ്പോഴത്തേക്ക് നമുക്ക് ഷാലറ്റ്സും ഓണിയൻസ് ഇട്ട് കൊടുക്കാം. നമുക്ക് ആ ഷാലറ്റ്സും ഓണിയൻസും കൂടി ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇത് വഴാൻ വേണ്ടിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്കിതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടി കൊടുത്തിട്ടുണ്ട്. ഇത് വളരെ വഴേണ്ട വരട്ടെ ഗൈസ്. ഗൈസ്, നമുക്കിനി അറിയാനായിട്ട് ഒരു കുറച്ച് മല്ലിയില എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുക്കുക. നമുക്ക് എന്ത് ചെയ്യാം, ഈ തക്കാളിയും കൂടി ഒന്ന് കുഴിപ്പിടിക്കാനാണ് കഴിഞ്ഞെടുക്കാം. അത്രക്കും ഇതിനെ വേണ്ട. ഇത് കൊഴുത്ത തക്കാളി ആണെന്ന് തന്നെ അരിയാൻ കുറച്ച് പാടാണ്. പച്ചത്തക്കാളി ഗൈസ്, ഇത് വെയിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഗൈസ്, അപ്പം നമ്മുടെ ഓണിയൻസ് ഒക്കെ നന്നായിട്ട് വഴണ്ടിട്ടുണ്ട്. ഇനി നമുക്ക് മസാല ഇടാം. ഒരു സ്പൂൺ ചില്ലി മുളക് പൊടി, ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല കൂടി ഇതെടുക്കാം. ഗൈസ്, നമുക്കിനി മസാല നമ്മൾ കുറച്ച് ചെയ്തിട്ട് ടൊമാറ്റോ ടൊമാറ്റോ ഗൈസ്, അപ്പോൾ നമ്മുടെ ചെമ്മീൻ കറി ഏകദേശം സെറ്റ് ആയിട്ടുണ്ട്. നമ്മൾ ചെമ്മീനും കൂടി ഇതിനകത്ത് കൊടുക്കാം. ഇനി നമുക്കിരുന്ന് നമ്മൾക്ക് മല്ലിയിലും കൂടി കട്ട് ചെയ്ത് വെച്ച് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ്, നമ്മൾ ചെമ്മീൻ റോസ്റ്റ് ഇതിന് റെഡി ആയിട്ടുണ്ട്. കാണാൻ നല്ല ഭംഗിയില്ലേ. അപ്പോൾ നമുക്കിനി ഇതിൻ്റെ ടേസ്റ്റ് നോക്കാം. അപ്പോൾ ഞാൻ ഗ്യാസ് ഓഫ് ചെയ്യണം. ഞാൻ ഒന്ന് ടേസ്റ്റ് ചെയ്യട്ടെ. ഗൈസ്, ഒരു രക്ഷയില്ല, കിടിലോ ഈ സാധനം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യാം. അപ്പോൾ നമുക്ക് ഒരു വീഡിയോയിൽ കാണുന്നതിന് വരെ ബൈ ബൈ ഗൈസ്.